ഒരു ഊമയെ കാണുമ്പോൾ ടെമ്പററി ആണോ പെർമനന്റ് ആണോ ചോദിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ഉണ്ടോ? നീ ബേജാറാവണ്ട. ഇട്ടുമൂടാനുള്ള സ്വത്തണ്ടി മാധവൻ നായർക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ലോകത്ത് എവിടെ കൊണ്ടുപോയെങ്കിൽ അവര് മോളെ ചികിത്സേനെ. പക്ഷെ അങ്ങനൊന്നും സംഭവിച്ചില്ലല്ലോ. ഇനി നീയായിട്ട് മുൻകൈ എടുത്ത് ഓപ്പറേഷൻ നടത്താതിരുന്നാ മതി. ശത്രുക്കളെ പോലും ഇങ്ങനെ നോവിക്കരുത് അളിയാ. ഇത്ര കടി എനിക്ക് ഒറ്റക്ക് നിന്നുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വില വില രാജ്യക്കള്ളം വിറ്റ് അന്തസ്സായിട്ട് ജീവിച്ചേനെ. ഇവനെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഹലോ, ഉണ്ണികൃഷ്ണൻ, ഞാൻ ഹരി. ആ, ഹരി നായർ. ഇതെന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാ. എനിക്കിപ്പോഴും സർപ്രൈസ് വിട്ട് മാറിയിട്ടില്ല. നിന്റെ വരനെ കുറിച്ച് ഒരു സൂചന പോലും തന്നില്ലല്ലോ. എന്താടാ അപ്പൊ അമേരിക്ക മടുത്തോ നിനക്ക്? ആ സ്ഥലം മടുത്തു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ വരവിന്റെ ഉദ്ദേശം അതൊന്നുമല്ല. പിന്നെ മനഃപൂർവ്വം അല്ലെങ്കിലും ഞാനൊരു കാരണക്കാരനാണ് ഇവളുടെ ശബ്ദം നഷ്ടപ്പെടാൻ. ഇവളെ പോലൊരു പാട്ടുകാരി കിട്ടാവുന്ന ഏറ്റവും വലിയ വേദന, ശാപം. അത് കാണാൻ വയ്യാത്തോണ്ടാണ് ഇല്ലാത്തൊരു റിസർച്ചിന്റെ പേരും പറഞ്ഞ് ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോയത്. എല്ലാ അർത്ഥത്തിലും അതൊരു ഒളിച്ചോട്ടം തന്നെയായിരുന്നു. പക്ഷെ അവിടെയും കുറ്റബോധം എന്നെ വിട്ടുമാറിയില്ല. ഒടുവിൽ മിടുക്കനായ ഒരു ഫോണോ സർജന്റെ വാക്കുകൾ കേൾക്കും വരെ ഗൗരിക്ക് ശബ്ദം തിരിച്ചു കിട്ടും. അന്ന് അവൾക്കുണ്ടായത് ഒരു മെന്റൽ ട്രോമ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ ഒരു മേജർ സർജറിയുടെ ആവശ്യം പോലുമില്ല. ഇവരുടെ കാര്യങ്ങൾ കേട്ട ശേഷം ഡോക്ടർ സിമ്മൺസ് എനിക്ക് തന്ന ഉറപ്പാണ്. ആ ഉറപ്പിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം അന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. ഒരു കാലത്ത് ഈ വീട് മുഴുവൻ നിറഞ്ഞിരുന്ന ഇവളുടെ ശബ്ദം ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കേണ്ട ഇവളുടെ പാട്ടുകൾ, അതൊക്കെ നമുക്ക് വേണ്ടെങ്കിൽ സമ്മതിക്കണം, അനുഗ്രഹിക്കണം. ഹരി, ഇവളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം. മടക്കി തരും ഞാൻ അവളെ നമ്മുടെ പഴയ ഗൗരീസാക്കി. എടാ, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കനാണ് രാജാവ്. ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാത്ത അവളുടെ മുന്നിൽ അല്പം ട്രബിൾ ആണെങ്കിലും ശബ്ദമുള്ള നീയാ രാജാവ്. അതുകൊണ്ട് തന്നെ നിന്നെ അവൾ സ്നേഹിക്കും, ബഹുമാനിക്കും. ഉണ്ണികൃഷ്ണ, കുറച്ച് വെള്ളെടുക്ക്. ഉണ്ണികൃഷ്ണ, ഉണ്ണി, എന്ത് പറ്റി ഉണ്ണി? ഗൗരിക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞതിന്റെ സന്തോഷത്തിൽ പറ്റിപ്പോയതാ. അത്രേ ഉള്ളൂ? ആളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റിയില്ല. അവിടെ ഇരിക്കും. അല്ല, ഈ സൗണ്ട് എന്താ ഇങ്ങനെ? അത് ജനിച്ചപ്പോഴേ തൊണ്ടയെ കിച്ച് ഇല്ലയോ? നരൻ, ഹരി, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വാ വാ. അല്ല, നീ നടക്ക്. എനിക്ക് വലുത് എൻ്റെ മകളുടെ ഫ്യൂച്ചറാണ്. അത്രയ്ക്കും ദണ്ണം കാണില്ലല്ലോ അവളുടെ കാര്യത്തിൽ മറ്റാർക്കും. ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ, അതേ നോക്കിയുള്ളൂ ഞാൻ. അച്ഛൻ ചെയ്തത് മഹാമണ്ഡത്രമായി പോയെന്ന് ഞാൻ പറയും. കോളടിച്ചത് അവനല്ലേ? സുന്ദരിയായൊരു പെണ്ണും ഇട്ടുമുടാനുള്ള സ്വത്തും. അവളുടെ ശരീരത്തിലെ വൈകല്യം ഇപ്പൊ പരിഹരിക്കാൻ പോവാ. അതുപോലെ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അവനെന്ന വൈകല്യത്തെ ഇപ്പൊ പരിഹരിക്കാൻ സാധിക്കൂ? അറുത്തു മുറിച്ച് കളയാൻ പറ്റുമോ ഈ വിവാഹബന്ധം? പഴയ മുറച്ചെറുക്കന്റെ മടങ്ങിവരവും ശബ്ദം വീണ്ടെടുക്കാനുള്ള നീക്കവും രണ്ടും അപകടമാണ്. ഇവന് ഇൻജൂറിയസ് ടു ഹെൽത്ത്.
ഊമയായ ഒറ്റ കാരണം കൊണ്ടാണ് ഇവന് അവളെ കെട്ടിച്ചു കൊടുത്തത്. ആ പിടിവലി കൂടി പോയാൽ പിന്നെ ഇവന്റെ ഗതി എന്താവും? നീ വിഷമിക്കണ്ട. താലി കെട്ടിക്കഴിഞ്ഞാ പിന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു മനസ്സാ. പോരായ്മകൾക്കും കുറവുകൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല. എന്റെ മാഷ ഇതൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കൊള്ളാം. പെണ്ണുങ്ങളുടെ മനസ്സാ എപ്പോഴാ ചാഞ്ചാടുന്നെന്ന് ആർക്കറിയാം. വാര്യ പറഞ്ഞാൽ ശരി. വൈകല്യമുള്ളവരെ തന്നെ കിട്ടുന്നു. കലാകാരന്മാർ കലാകാരികളെ, സിനിമാ നടന്മാർ നടികളെ, ഡോക്ടർമാർ ലേഡി ഡോക്ടർമാരെ. ദാമ്പത്യത്തിന്റെ കെട്ടുറപ്പ് തന്നെ ഇങ്ങനെ ചില സൂത്രവാക്യങ്ങളുമല്ല. ബാലൻസ് തെറ്റാന്ന് വെച്ചാ ബാലൻസ് തെറ്റും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വടക്കേലെ ശാരദ വിവാഹശേഷം ഭർത്താവിന് കഷണ്ടി വന്നപ്പോൾ അയാളെ വിട്ടിട്ട് ഒരു ഹിപ്പിയുടെ കൂടെ ഇറങ്ങിപ്പോയില്ലേ? എന്തിന്? ഒരു ആക്സിഡന്റിൽ നമ്മുടെ പടിയത്ത് സോമന്റെ കാല് നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചിട്ട് ഒരു ഓട്ടോക്കാരന്റെ കൂടെ പോയില്ലേ? അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാ ദ്രവ്യ. ആ മാഷേ, ഗൗരിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയാൽ ഇവനെ ഉപേക്ഷിക്കില്ല എന്ന് മാഷിന് ഉറപ്പ് പറയാൻ പറ്റുമോ? എന്നൊക്കെ ചോദിച്ചാ പറ്റില്ല. അവളെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സത്യം. അതിനൊരു വഴിയേ ഉള്ളൂ. ഈ ഓപ്പറേഷൻ നടക്കരുത്. അത് മുടങ്ങണം, അല്ലെങ്കിൽ മുടക്കണം. അയ്യോ അത് വേണ്ട. ഒരുപാട് മോഹിച്ചു പോയതപ്പാ. എടാ, കക്ഷത്തിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ച ഒരു വഴിയുണ്ട്. ഗർഭം. ഗർഭം? അതെ. ഭാര്യ വീട്ടിൽ സ്വന്തം കസേര ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പുരുഷന് ദൈവം കൊടുത്ത വോട്ടവകാശമാണ് ഗർഭം. അവൾ ഗർഭിണിയായി കിട്ടിയാൽ നീ രക്ഷപ്പെട്ടു. അതോടെ ഓപ്പറേഷൻ മുടങ്ങും. പിന്നെ ആദ്യത്തെ 10 മാസം ഗർഭകാലത്തിൽ പോവും. 1 വർഷം ശിശുപാലനത്തിൽ പോവും. പിന്നെ നിന്റെ മനോധർമ്മം അനുസരിച്ച് ബാക്കി ഗർഭങ്ങൾ. ഭാര്യ നഷ്ടപ്പെടുകയില്ല, ശബ്ദം തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പൊ പിന്നെ നിനക്ക് കുറ്റബോധത്തിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ അവളെ ഗർഭിണിയാക്കും? അത് ഞാൻ പറഞ്ഞു. എടാ, അവളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അമ്മയെ നീ വിളിച്ചുണർത്തണം. അതായത് ആദ്യം അവളെ ഭ്രമിപ്പിക്കണം. ഗർഭത്തിന്റെ കാര്യം എന്തായി? നോക്കിക്കൊണ്ടിരിക്കുക. എടാ, നോക്കിക്കൊണ്ടിരുന്നാൽ ലോകത്ത് ഒരു പെണ്ണും ഗർഭിണിയാവില്ല. എടാ, ഇത് കണ്ടവന്റെ പ്രോപ്പർട്ടി അല്ലല്ലോ, നിന്റെ സ്വന്തം പ്രോപ്പർട്ടി അല്ലേ. കേറി അങ്ങ് അറ്റാക്ക് ചെയ്യണം. കൂടുതൽ വേല കാണിക്കാൻ ചെന്നാൽ ഞാൻ ചിലപ്പോ അകത്ത് പോകും. സ്ത്രീ പീഡനത്തിന് അതേതായാലും ഉണ്ടാവാൻ പോകുന്നില്ല. സ്ത്രീയെ പീഡിപ്പിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് പുരുഷന്റെ ശബ്ദമെങ്കിലും വേണം. ഇത് പീഡിപ്പിക്കുന്നവന്റെ ശബ്ദമല്ല, പീഡിപ്പിക്കപ്പെടുന്നവന്റെ ശബ്ദമാണ്. നീ ആദ്യം ചെന്ന് ആ ബാലൻ കെ നായരുടെയോ ടി.ജി. രവിയുടെയോ പഴയ പടങ്ങൾ എടുത്ത് കണ്ട് പഠിക്ക്. അവരുടെയൊക്കെ ശബ്ദം ഇവനില്ലാത്തതല്ലേ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. ആദ്യം ഈ ഓപ്പറേഷൻ മുടക്കാനുള്ള വഴിയൊന്ന് നോക്ക്. ഒരു ഐഡിയ ഉണ്ട്. ഈ മാധവൻ നായരുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു ജ്യോത്സ്യനുണ്ട്, രഘുരാമ പണിക്കർ. അങ്ങേരെ കൊണ്ടൊരു പ്രശ്നം വെപ്പിക്കാൻ മാധവൻ നായരെ കൊണ്ട് നമ്മൾ നിർബന്ധിക്കുന്നു. നമ്മൾ എഴുതി കൊടുത്ത തിരക്കഥയും സംഭാഷണവും ജ്യോത്സ്യൻ പറയുന്നു. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ ജോത്സ്യർ അങ്ങനെ പറയോ? പറയിപ്പിക്കണം. കുറച്ച് കാശ് കൂടുതൽ കൊടുത്താണെങ്കിലും ജോത്സ്യരെ നമ്മൾ സ്വാധീനിക്കണം. അല്ല, ഈ കൂടുതൽ ക്യാഷ് എന്ന് പറയുമ്പോ എത്ര വേണ്ടി വരും? നല്ല ക്യാഷ് ആവും. അല്ല, അത്രയും കാശൊന്നും എന്റെ കയ്യിലില്ല. കാശുള്ളൊരു സായിപ്പല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ളൂ, ആ പപ്പൻ. പക്ഷെ പെണ്ണുങ്ങൾക്ക് മാത്രമേ കാശ് കൊടുക്കുള്ളൂ. എന്നാലും നോക്കാം. 91 എടാ സുഗുണ, ഈ ക്യാഷ് കൊണ്ടൊന്ന് പെട്ടെന്ന് ബാഗിലിട്ടെ. എന്റെ കയ്യിലൊരു ചില്ലി കാശ് എടുക്കാനില്ല. ടൗണിൽ പുതിയൊരു ഷോപ്പ് നോക്കി വെച്ചതാ, ഇതുവരെ എടുക്കാൻ പറ്റിയില്ല. പകുതി കൊടുക്കാൻ ക്യാഷ് വേണ്ടേ? നീ ഈ എണ്ണി കൊടുത്തതിന്റെ ക്വാർട്ടർ മതി പപ്പ. ഒരാഴ്ചക്ക് ഞാൻ തിരിച്ചു തരാം, ഒരു അഡ്ജസ്റ്റ്മെന്റിന്. കഞ്ഞി പാറ്റിരുന്ന പരിപാടി പറയല്ലേ മാഷേ. ക്യാഷ് ഇല്ലഞ്ഞിട്ടല്ലേ? കണ്ട അവളുമാര് ചോദിച്ചു നീ കൊടുത്തേനല്ല, ഇപ്പൊ ക്യാഷ് ഇല്ല പോലും. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ താല്പര്യമില്ല, വേറെ എന്തെങ്കിലും പറയണ്ട. നീ നോക്കിക്കോ, അടുത്ത ജന്മം നീ പന്തോഷ് പണ്ഡിറ്റാകും. എന്തിന്? ഒരുപാട് ഫോൺ വരുന്നുണ്ടല്ലോ. പോക്കോണം, ഇറങ്ങിപ്പോ വെളിയില്. കൊട പിടിക്കാൻ വന്നിരിക്കണ്. ഓ, ഇവന് മര്യാദക്കുള്ള സൗണ്ട് കൊടുത്തിരുന്നെങ്കിൽ ചില്ലി കാശം തരില്ലടാ. അവന്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. നീ ഒരു പെണ്ണായിരുന്നെങ്കിൽ ചോദിച്ച കാശ് തന്നെ. ഇവനിട്ടൊരു പണി കൊടുക്കണം. കറക്റ്റ്. മേലിൽ ഒരു പെണ്ണിനെയും വിളിച്ച് ശല്യം ചെയ്യാത്ത തരത്തിലൊരു സൂപ്പർ പണിയായിരിക്കണം. എങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത്? മൊബൈൽ ഫോൺ സുന്ദരി. എന്റെ പേര് ബാലാമണി. ടീന, മീര, ഓക്കെ. സുമ പ്രഭാകർ. പ്രഭാകർ അച്ഛന്റെ പേര് കേട്ട് പോലീസുകാരനാണെന്ന് തോന്നുന്നു. വെറുതെ പ്രശ്നത്തിന് പോകണ്ട, വിളിക്കണ്ട. ക്ലാര, മിസ് കോൾ ചെയ്യാറില്ല, വിളിക്കാറില്ല, പോട്ടെ. വനജ, വനജനെ ഒന്ന് വിളിച്ചു നോക്കാം. ബാലാമണി, അയ്യോ. ഹലോ,
കിട്ടി കിട്ടി. ഹലോ, പപ്പേട്ടനല്ലേ? അതെ, പപ്പേട്ടനാ. ബാലാമണിയുടെ സ്വന്തം പപ്പേട്ടൻ. ഇപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു വിളിക്കാൻ തോന്നിയല്ലോ. സന്തോഷമായി ബാലാമണി, സന്തോഷം.